ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. KSRTC ബസിന് നേരെ മുട്ടയെറിഞ്ഞ കർണാടകയിലെ ബിഡദിയിൽ ലോറിക്ക് നേരെയും മുട്ടയേറ്. ജൂലൈ 27-ന് രാത്രിയാണ് സംഭവം. ബംഗളൂരുവിൽ നിന്നും കോഴിക്കോട്ടേക്ക് വരികയായിരുന്ന ലോറിക്ക് നേരെയാണ് മുട്ടയെറിഞ്ഞത്. ആശാൻ, എന്താ സ്ഥിതി? ഓക്കെ അല്ലേ? പോയില്ലേ? ആശാൻ, എന്താ സ്ഥിതി? ഓക്കെ അല്ലേ? പോയില്ലേ? ഈ മേഖലയിൽ അക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നതായി പ്രദേശവാസികൾ പറയുന്നു. അപ്പം ഈ ബസ്സിന്റെയും അതൊരു താഴ്ഭാഗത്തായിട്ടാണ് ഈ മുട്ടയുടെ അംശം നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ഇതിൽ അത് കണ്ടതോടുകൂടി ഈ അപകടത്തിന്റെ അട്ടിമറി സാധ്യത കൂടുതൽ ബലപ്പെടുത്തുന്ന രീതിയിലാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതുമാത്രമല്ല, ഇന്നലെ വീണ്ടും ഒരു ലോറി ഡ്രൈവർ നമ്മെ വിളിച്ച് ബന്ധപ്പെടുകയുണ്ടായി. ഇങ്ങനെ ഇതേ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് അവർക്കും ഇതൊരു രണ്ടുപേരുടെ ജീവനെടുത്ത KSRTC ബസ് മറിഞ്ഞതും ബിഡദിയിലാണ്. അപകടത്തിൽപ്പെട്ട ബസ്സിന് നേരെയും മുട്ടയേർ ഉണ്ടായി എന്നതാണ് സംശയം. വിശദാംശങ്ങളുമായി സരീഷ് PK ചേരുകയാണ്. സരീഷ്, കർണാടകയിലെ ബിഡദി എന്ന് പറയുന്നത് ഇപ്പോൾ ഈ KSRTC യാത്രക്കാർക്ക് മാത്രമല്ല, KSRTC ഉദ്യോഗസ്ഥർക്ക് മാത്രമല്ല, അതോടൊപ്പം സാധാരണ രീതിയിൽ പോകുന്ന ലോറി ഡ്രൈവർമാർക്കും ഇപ്പോൾ ഒരു ഭയപ്പാടോടെ കാണേണ്ട ഒരു സ്ഥലമായി മാറുകയാണ്. എന്തായാലും ഇതിലൊരു അന്വേഷണം വേണം എന്ന ആവശ്യം തന്നെയാണ് എല്ലാ ഭാഗത്തു നിന്നും ഉയരുന്നത്. സ്വാഭാവികമായും ഹൈവേകളിൽ മോഷണവും അതോടൊപ്പം തന്നെ പിടിച്ചുപറിയൊക്കെ മുൻപ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഉത്തരേന്ത്യയിലൊക്കെ ഈ സമാനമായി മുട്ടയെറിഞ്ഞ് അപകടത്തിൽപ്പെടുത്തുകയും അവിടെ നിന്നും സ്വർണവും പണവും ഒക്കെ തട്ടുന്ന സംഭവങ്ങളും മുൻപും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങേക്കെത്തുമ്പോൾ കർണാടകയിലും ഇത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. തുടർച്ചയായി ഇത് ഒരേ സ്ഥലത്ത് തന്നെ, അതായത് ബിഡദി എന്ന് പറയുന്ന മൈസൂരുവിനും ബാംഗ്ലൂരിനും ഇടയിലുള്ള സ്ഥലത്താണ് ഈ സംഭവം നടക്കുന്നത്. ഈ ലോറിക്ക് നേരെ, അതായത് ബാംഗ്ലൂരുവിൽ നിന്നും സ്റ്റോൺ ടൈലുമായി കോഴിക്കോടേക്ക് വരികയായിരുന്ന ലോറിക്ക് നേരെയാണ് 27-ാം തീയതി രാത്രി ഈ മുട്ടയേർ ഉണ്ടാകുന്നത്. ഉടൻ തന്നെ അവർ ബൈപ്പറോ അല്ലെങ്കിൽ മറ്റൊന്നും തന്നെ ഉപയോഗിക്കാതെ കിലോമീറ്ററുകളോളം സഞ്ചരിച്ചതുകൊണ്ട് മാത്രമാണ് അപകടം സംഭവിക്കാതിരുന്നത്. ഒരുപക്ഷെ അന്ന് സമാനമായ ബൈപ്പർ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ ലോറിയും അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നേരത്തെ നമ്മൾ അവിടെ പ്രദേശവാസികളുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് തുടർച്ചയായി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ കോഴിക്കോട്ട് ഒരു സ്വദേശിക്കാണ് 27-ാം തീയതി ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മുൻപ് ചെറുവാഹനങ്ങൾ, അതായത് കാർ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുമ്പോൾ അതിന് നേരെ ഈ മുട്ടയെറിയുന്നു. ഉടൻ തന്നെ ബൈപ്പർ ഓണാക്കുമ്പോൾ കാഴ്ച മങ്ങുന്നു. പിന്നീട് അത് അപകടത്തിൽപ്പെടുകയോ അല്ലെങ്കിൽ ആ വാഹനം നിർത്തിയുകയോ ചെയ്യുമ്പോൾ ഈ അക്രമികൾ കല്ലേറ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അക്രമികൾ അവിടേക്ക് ഓടിയെത്തുകയും ഈ യാത്രക്കാരെ ഭീഷണിപ്പെടുത്തി പണവും സ്വർണവും കവരുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവം നേരത്തെയും ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ സാക്ഷിമൊഴിയിൽ നിന്നും അതോടൊപ്പം തന്നെ മുൻപുണ്ടായ സംഭവങ്ങളിൽ നിന്നും വ്യക്തമാക്കുന്നത്. സമാനമായൊരു സാഹചര്യമാണോ ഈ KSRTCയുടെ അപകടത്തിലേക്കും നയിച്ചത് എന്നൊരു സംശയമാണ് ഇപ്പോൾ വരുന്നത്. അതിന് കാരണമായി പറയുന്നത് ഈ അപകടത്തിൽപ്പെട്ട വാഹനം കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയിരുന്നു. ആ പരിശോധന നടത്തിയപ്പോൾ വാഹനത്തിൻ്റെ ചേസിന് സമീപത്ത് നിന്നും അതോടൊപ്പം തന്നെ വാഹനത്തിൻ്റെ മുൻഭാഗത്തെ അടിഭാഗത്തും സമാനമായി മുട്ടയേർ ഉണ്ടാവുകയും മുട്ടയുടെ അംശങ്ങൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ 12-ാം തീയതി കാസർഗോഡ് നിന്നും ബാംഗ്ലൂരിലേക്ക് പോയ വാഹനത്തിന് നേരെ സമാനമായി മുട്ടയേർ ഉണ്ടായിട്ടുണ്ട്. അതേ സംഭവം നടന്ന അതേ ഭാഗത്ത്